ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ റാന്നി കോടതിയിലെത്തിച്ചു. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് SIT പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ തട്ടിപ്പിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് SITയുടെ പ്രതീക്ഷ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണ സംഘം വിശദമായ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. പോറ്റിയുമായി കേരളത്തിലെ തെളിവെടുപ്പും ഉടൻ പൂർത്തിയാക്കും. നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, കസ്റ്റഡിയിൽ വാങ്ങുക, ഇനി അതാണ് SITയുടെ മുന്നിലുള്ള കാര്യം. അതായത് രണ്ട് പ്രതികളെയും, ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് SITക്ക്. ആ രീതിയിലുള്ള നടപടികളിലേക്കാണോ കടക്കുന്നത്? തീർച്ചയായും തന്നെ 10:30 മണിയോടുകൂടി മുരാരി ബാബുവിനെ റാന്നി കോടതിയിലേക്ക് SIT സംഘം എത്തിച്ചിട്ടുണ്ട്. ഓൾറെഡി കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ വാറന്റ് SIT സമർപ്പിച്ചിട്ടുണ്ട് കോടതിയിൽ. അതിന്റെ പരിഗണനയാണ് ഇന്ന് കോടതിയിൽ നടക്കുക. അങ്ങനെയാണെങ്കിൽ മുരാരി ബാബുവിനെ ഇന്ന് SIT സംഘം കസ്റ്റഡിയിലെടുക്കും. അതിനുശേഷമായിരിക്കും തന്നെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കം നടത്തുക. സന്നിധാനത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുക്കാനാണ് SIT സംഘത്തിന്റെ നീക്കം. അതോടൊപ്പം മുരാരി ബാബുവിന്റെയും സ്വത്തുവകകളെ പറ്റിയും ബാങ്ക് ട്രാൻസാക്ഷനെ പറ്റിയും ഒക്കെയുള്ള വിവരങ്ങൾ SIT സംഘം ശേഖരിക്കുന്നുണ്ട്. മുരാരി ബാബുവിനെ ഏതെങ്കിലും തലത്തിൽ ദേവസ്വം ബോർഡിനുള്ളിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥർ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി SIT സംഘം നടത്തുന്നുണ്ട്. ഏതായാലും അന്വേഷണം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്തനംതിട്ടയിൽ എത്തിച്ച് SITയുടെ പത്തനംതിട്ടയിലെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യാനാണ് ഇപ്പോഴുള്ള തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ശബരിമലയിലേക്ക് തെളിവെടുപ്പിനായി ഇരുവരെയും കൊണ്ടുപോകുന്ന കാര്യം കൂടി പരിഗണിക്കുന്നുണ്ട് തന്നെ. ശരി നന്ദുഷ.